സത്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റോറിക്ക് അതൊരു ക്ലൈമാക്സ് എത്തിയിട്ടില്ല. അത് മോസ്റ്റ്ലി ഈ സ്റ്റോറി എഴുതി തീരുന്ന സമയം കൊണ്ട് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റാൻഡം പൂച്ചേൻ്റെ റൂസ്റ്റർ വീഡിയോ വെക്കുന്നു. അവനൊരു പേടിയില്ല കേട്ടോ. അവൻ ആരെ വേണമെന്താ ഈ പൂച്ചയിപ്പോൾ എന്നെ നോക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നാണം കെടുത്തിരുന്നു. എൻ്റെ റൂസ്റ്റർ കൊടുക്കത്തെ ഇവനാണ്. അവനിവിടെ ഒരു പൂച്ചേനെയും ഒരു ഇതുമില്ല. അവൻ വിറപ്പിക്കില്ല. അവൻ ഇവിടെയാണ് എൻ്റെ അയ്യോ ഉറങ്ങുവാണോ. ആ ലോക്കൽ കണ്ടം വന്നിട്ട് ഫുള്ള് മുള്ളിയിട്ട് പോയി. അതൊന്നാണ് വിസ്തരിച്ച് മുള്ളിയില്ല. പാട് കിടക്കുന്നു. ബോയ്സ് അങ്ങനെ ഫൈനലി സമയത്തിരിക്കുകയാണ് എൻ്റെ അലൈനേഴ്സ് എൻ്റെ പല്ലേ കിടന്നത്. അത് ഊരാൻ വേണ്ടി അതിപ്പോൾ 8-9 മാസമായെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ കമ്പിയൊക്കെ ഇട്ടതാണ്. പക്ഷേ ഫൈനലി ഇപ്പോൾ തീർന്നു തോന്നുന്നു. എന്നാലും പോയിട്ട് നമുക്ക് നോക്കാം. റീറ്റേണേഴ്സ് വല്ല ഇടേണ്ടി വരുമായിരിക്കും ജീവിതകാലം ഫുള്ളും. ഇപ്പം എന്ത് ചെയ്യാനാ. പല്ലിൻ്റെ കാര്യം സോർട്ട് ഔട്ടായി. നമുക്ക് എറണാകുളത്തോട്ട് പോകാം. ബോയ്സ് ഫൈനലി 5 മണിക്കൂർ ക്ലിനിക്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കണ്ടാ കാണുന്നുണ്ടാ. അപ്പോൾ പല്ലിൽ ഇപ്പോൾ മറ്റേ സംഭവമൊന്നുമില്ല. അതിന് മുമ്പിലൊന്നും എനിക്കിപ്പോൾ ഒരു റീറ്റേണർ കിട്ടും പൊക്കത്തിടാൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം പെർമനൻറ്റ് റീറ്റേണർ അകത്തിട്ടുണ്ട്. അകത്തായിട്ട് 2 കമ്പി പൊക്കം താഴത്തിന് വെച്ചിട്ടുണ്ട്. ഫൈനലി 5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ പല്ലിൻ്റെ പല്ല് എത്ര. ഞാൻ ആദ്യം കമ്പി ഇട്ട് 2.5 വർഷം, പിന്നെ അലൈനേഴ്സ് ഇട്ട് 1 വർഷം. അവസാനം തീർന്നു. 5 മണിക്കൂർ എവിടെ ഇരുന്ന് അറിയാം. 5 മണിക്കൂർ. ഞാൻ ഒരു ബർഗർ ബിയോണ്ട് ബർഗർ വന്നിരിക്കുന്നു. ബർഗർ ഷോപ്പ്. ഞാൻ 2 ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്തോ കണക്കാണ് കഴിക്കാൻ. അത് നമുക്ക് കഴിച്ചിട്ട് പോകാം. 2 മണിക്കൂർ ഓടിച്ചാലേ ആലപ്പുഴ എത്തുള്ളൂ. 1.5 മണിക്കൂറാണ്. എൻ്റെ ബർഗർ വന്നു. ഞാൻ സെയിം ഓർഡർ ചെയ്ത് 2. ഞാൻ പിന്നെയും ഡെന്റിസ്റ്റിലേക്ക് വന്നു. അത് അകത്തെ പെർമനന്റ് ട്രീറ്റ്മെന്റ് ഇട്ടതില്ല. എൻ്റെ പല്ലിൽ പൊക്കത്തായിട്ട് ടച്ച് ചെയ്യുന്ന ഫീൽ ആവുന്നുണ്ടായിരുന്നു. നേരത്തെ ഫീൽ ആയത് അവിടെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കളഞ്ഞതാണ്. പക്ഷെ എന്നാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും ഫീലായി. അപ്പോൾ പിന്നെ ഞാൻ അത് വന്നിട്ട് ഊരിയെടുത്ത്. അവർ അടയ്ക്കുന്ന സമയമായിരുന്നു. അവരെനിക്ക് ഊരി തന്നത് ഫുള്ള്. ഊരിയെടുത്ത് ഞാൻ അവർക്ക് പറഞ്ഞ് മാറ്റി ക്ലിയർ അലൈനർ ഇല്ലേ, മറ്റേ കമ്പിയല്ല ക്ലിയർ അലൈനർ തന്നെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നാളെ ഈ പിന്നെയും വന്നത് മേടിക്കണം. അതാണ് നല്ലത്. പിന്നെ വീഡിയോ വല്ല ബുദ്ധിമുട്ടൊന്നും ആക്കുന്നില്ല. നാളെ വന്ന് പെട്ടെന്ന് മേടിച്ചിടണം. അല്ലെങ്കിൽ ചെറുതായിട്ടെല്ലാം പൊങ്ങിപ്പോയ ബോയ്സ്. ഞാൻ രാവിലെ പിന്നെ എറണാകുളത്ത് വന്നതുമായിട്ട് ഞാൻ എൻ്റെ റീറ്റെയിനേഴ്സ് മേടിച്ചു. മറ്റേ ക്ലിയർ റീറ്റെയിനേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ കഥകൾ തീർന്നു ഫൈനലി. പിന്നെ ഞാൻ ഇവിടെ എത്തിയണ്ട. ഇന്നലെ തൊട്ട് ഞാൻ ഈ കാറിൽ ഇവിടെ ഇരുന്നോണ്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് സീരിയസ് കാര്യങ്ങൾ. ഞാൻ എന്തായാലും ഫൈനലി ഡിസൈഡ് ചെയ്ത് ഞാൻ ബുക്ക് എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്ത്. ഡിസൈഡ് ചെയ്യുന്നല്ല, ബുക്ക് എഴുതുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. മോസ്റ്റ്ലി ഒരു 5-6-7 മാസം എടുക്കുമെന്ന് തോന്നുന്നു. ബുക്ക് എഴുതി ശീലമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ എഴുതി തീർക്കും. സ്റ്റോറി കിടിലമാണ്. അതിന് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും എനിക്ക് വയ്യ. സത്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റോറിക്ക് അതൊരു ക്ലൈമാക്സ് എത്തിയിട്ടില്ല. അത് മോസ്റ്റ്ലി ഈ സ്റ്റോറി എഴുതി തീരുന്ന സമയം കൊണ്ട് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ പറഞ്ഞ സീരിയസ് ആയിട്ട് നിങ്ങളുടെ വീഡിയോ മാത്രമേ കാണൂ. അങ്ങനെയൊന്നും പറയരുത്. ഷിമ്മിട്ട് വന്നില്ലേ? ഷിമ്മിട്ട് അപ്പൊ നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ? എല്ലാം അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ കണ്ട് മോട്ടിവേറ്റ് ആയിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ഞാൻ ജിമ്മിൽ പോയാലും ഇപ്പൊ 2 മാസമായിട്ട് നിന്ന്. അതാണ് ഞാൻ നിർത്തി. ഞാൻ 43 days. കയ്യൊക്കെ എങ്ങനെ ആക്കിയത് നിങ്ങളെ കണ്ടിട്ടാണ്. ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലില്ല. ആലപ്പുഴ വല്ലപ്പുഴ കാണുന്നതാണ് ജിമ്മ് സെറ്റ് ആകാത്ത. ഒരു ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ആക്കാന്ന് പറഞ്ഞിരിക്കുക. ഓൾ ഇന്ത്യ ട്രിപ്പിന് ഒരു 3-4 മാസം ഞാൻ കിടന്ന് കറങ്ങും. 3-4 മാസം. അത് ഫുൾ ലൈവ് സ്ട്രീമും ആയിരിക്കും. ലൈവ് സ്ട്രീം ഹിന്ദി മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ വ്ളോഗ് കാണും. ഇങ്ങനെയൊക്കെ പറയുന്നത് വീഡിയോസ് കാണും. നിങ്ങളുടെ ജിമ്മിൽ പോലെ എല്ലാം നിങ്ങളെ കണ്ടിട്ടാണ്. നിങ്ങളുടെ മറ്റേ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ പൊന്നു പറയണ്ട, കിട്ടില്ല. ഞാൻ പെർഫ്യൂം ഫുള്ളും മേടിപ്പിച്ച് പോകുന്നു തോന്നുന്നു. ഇങ്ങനെ കാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്താ പേര് പറഞ്ഞില്ല? എൻ്റെ ഒരു സഹദ്. എവിടെ സ്ഥലം? ഞാൻ പാലക്കാട് ഒറ്റപ്പാലം. ഫോൺ തുറന്നപ്പോ തന്നെ എന്റെ വീഡിയോ ഫോൺ തള്ളുവല്ല ഇത്ര നേരം. ഇങ്ങനെ ഓഫാക്കി വെച്ചതാ. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് യൂണിഫോം മാറ്റി കേറി ലോക്ക് തുറന്നപ്പോ അവൻ എന്റെ എല്ലാ വീഡിയോയും കാണുന്നതാണ്. മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല. എല്ലാം സെറ്റാക്കി. അതൊന്ന് 3 മാസം ഒന്ന് ഓൾ ഇന്ത്യ പോയിട്ട് വരട്ടെ. അവിടെ നമുക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ ബോഡി കുറച്ചുകൂടി ഷോഗോ ആയാലും കുഴപ്പമില്ല. ഞാൻ ട്രാൻസ്ഫർ ചെയ്തെടുത്തോളാം. H&M കയറാം. നമുക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം. ഇവർ വീഡിയോ എടുപ്പിക്കത്തില്ല. ഞാൻ ഡ്രസ്സ് നോക്കുകയായിരുന്നു. അവൻ വന്നിട്ട് എൻ്റെ പറയുകയാണ് എനിക്ക് ഫുഡിന് വേണ്ടി അവൻ കൊണ്ടുപോകാന്ന്. പോവാം. ഇത് പിന്നെ വന്നിട്ട് നോക്കാന്ന്. അവൻ പറയുന്നതാണ് വീട്ടിൽ ഊണ് കിട്ടും, അവിടെ പോയി കഴിക്കാന്ന്. ഇത്രയോടെ ഡ്രസ്സ് എങ്ങനെ മാറ്റി? ഞാൻ ഭയങ്കര വലിയ സെറ്റപ്പ് അല്ലേ? എന്താണ് വേദനിക്കുന്ന കോടീശ്വരനല്ല, പക്ഷെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്. എനിക്ക് വയ്യ. ഇതിനെനിക്ക് പണ്ട് തൊട്ടേ പരിചയമുണ്ട്. എൻ്റെ കസിനായിട്ട് വരും.
ഞാൻ വാടകയ്ക്ക് എടുത്ത അവനെ. എന്താ പറയാ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആണോ? ഞാൻ കഴിക്കാൻ വിളിക്കണം എക്സ്പെക്ട് ചെയ്തേ നിങ്ങള് ഇത്രയും ഭയങ്കര പാവാന്നുള്ള സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ എന്തായാലും കഴിഞ്ഞ് ഫുഡൊന്നും ഇല്ല. വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം. നമുക്കിത് അവിടെ ഒരു കടയുണ്ടല്ലോ അവിടെ. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടില് ഊണിപ്പോ ഭയങ്കര കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒക്കെ തരാൻ വിചാരിച്ചായിരുന്നു. സർപ്രൈസ് ആയല്ല, ഫുഡ് കിട്ടിയില്ല. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ 2 മീൽസ് ആണ് ഓർഡർ ചെയ്തത്. ഇവരാണ് നിർബന്ധിച്ച് മീനും മേടിപ്പിച്ച് മീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കഴിപ്പിച്ചിട്ട് വിടത്തോളം തോന്നുന്നു. ബോയ്സ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. സത്യം പറഞ്ഞല്ലേ, ഞാൻ ഡ്രസ്സ് കുറേ ഏറെ മേടിക്കുമായിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ ഒരു കടയിൽ നിന്ന് പോയിട്ട് കുറേ ഏറെ പൈസക്ക് മേടിക്കും. അങ്ങനെ മേടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 ഡ്രസ്സിനകത്തൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ വീഡിയോക്ക് പോകുന്ന നേരത്തെ ഇടയ്ക്ക് വെച്ച് 1-2 ഒക്കെ വെച്ച് മേടിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് സാധനം മേടിക്കും. ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ട് കാണും എൻ്റെ ഡ്രസ്സിങ് സെൻസ് കുറച്ച് മാറി, കുറച്ചേറെ മാറി. അത് ഞാൻ മാറ്റിയത് തന്നെയാണ്. വൺ ഓഫ് ദ മെയിൻ റീസൺ എൻ്റെ എഡിറ്ററില്ലേ, എൻ്റെ എഡിറ്ററിൻ്റെ അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഫുൾ വീഡിയോ എൻ്റെ കണ്ടു തീർത്ത്. ഞാനായിട്ട് വൈകുന്നേരം വന്ന് അവൻ്റെയൊക്കെ പറഞ്ഞത് അർജുൻ്റെയൊക്കെ പറയണം അവൻ്റെ ഡ്രസ്സിങ് പോരെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് കുത്തി. ആ കുത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായി. ഇനി ഫുൾ ഐ എം ഗോണ ബി പ്രോപ്പർലി ലൈക്ക് ഐ എം ഗോണ പുട്ട് തോട്ട് ഇൻ ടു ഇറ്റ്. എന്ന് വെച്ചാൽ ഡ്രസ്സ് എന്തെങ്കിലും വലിച്ചു വരിട്ടിട്ട് നടക്കത്തില്ല. ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ദറ്റ് പേഴ്സൺ പുട്ട് സം തോട്ട് ഇൻ ടു ഇറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഡ്രസ്സിങ് മാറ്റിയിരിക്കുന്നത്. ഞാൻ എന്താ മേടിച്ചെന്ന് കാണിക്കണ്ടേ? ഒരേ ഡ്രസ്സ് മേടിച്ചല്ലോ, ഷർട്ട്. വേറെ ഒന്നും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ സെയിലൊന്നും വലുതായിട്ടില്ല, അപ്പോൾ കൊടുക്കുന്ന വിലയുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു മാസം ഞാൻ കുറച്ച് ടൈറ്റ്. അയ്യോ കണ്ട എന്ത് ചെയ്യോടാ? നിന്റെ കൂട്ടുകാരൊക്കെ അവിടെ തിരിച്ചിറങ്ങിയല്ല മഴ കഴിഞ്ഞപ്പോൾ. എങ്ങോട്ട് പോവാ? എവിടുന്നാ വന്ന? ഇന്റർവ്യൂ സെക്ഷൻ കഴിഞ്ഞ് തിരിച്ച് ഭർത്തിയാകണ പട്ടാളത്തില്. അപ്പൊ ഇനി സ്കോപ്പില്ലല്ലേ? ഇനി യുദ്ധം വന്നാൽ നമുക്ക് പോവാം. വാച്ച് വേണമെന്ന് കണ്ട് പറയുന്ന കേട്ടല്ലേ? കയ്യേല് ഇപ്പൊ ഫോണില്ലേ? ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ആണോ? വാച്ച് വേണം. അച്ഛൻ പോകുന്നു. ഈ ഡ്രസ്സാണ് ഞാൻ മേടിച്ചത്. കളർ നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ സെറ്റ്. അത് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ ബീച്ച് പാൻറ്റിൻ്റെ കൂടെയൊക്കെ സെറ്റ് ആയിരിക്കും. ഇത് 2300 ആയിരുന്നു. എനിക്കൊരു 10% ഓഫറുള്ളതുകൊണ്ട് 2000 കിട്ടി. വൈസ് അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് തേർഡ് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻ്റെ ബുക്കിൻ്റെ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. സത്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊള്ളാം കേട്ടോ. എൻ്റെ ചൈൽഡ്ഹുഡാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. എൻ്റെ മെമ്മോയർ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു, വളരെ റിലേറ്റബിളാണ്. എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡ്രാഫ്റ്റ് കുറച്ച് നാൾ എടുക്കും. എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ ഫുൾ ഡ്രാഫ്റ്റ് ഒരു 5 മാസമാണ് എനിക്ക് ഇങ്ങനെ സാറിന് എഴുതാനായിട്ട് എടുക്കുന്നത് ആൾക്കാർ പറയുന്നത്. എനിക്കറിയില്ല, എഴുതി തുടങ്ങുമ്പോൾ അറിയാമല്ലോ, ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് എഴുതാന്നുള്ള രീതിയിലാണ്. ഒരിക്കലും ബുക്കൊക്കെ എഴുതുന്നൊന്നും ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലും ഇല്ല. അത് പെട്ടെന്നായിരുന്നു. 3-ാമത്തെ ഡ്രാഫ്റ്റിലെത്തി ഞാൻ. എന്നാലും കൊള്ളാം. എന്തായാലും ബോയ്സ് ഈ വീഡിയോ വെച്ച് നിർത്താം. നമുക്ക് നാളെ കാണാം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time. Peace. ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു ഇടയ്ക്ക്, അത് വരും കുറച്ച് ദിവസത്തിൽ.